എന്തീ ചെയ്യുന്നേ? എന്റെ താക്കോൽ എവിടെ വീണു പോയി കാണുന്നില്ല. താക്കോല് എവിടെ ഉണ്ടായിരുന്നു? നീ എന്താണ് വീട്ടിൽ പോവാത്തെ? പോവാം ഒരു 2 കൂടെ കഴിച്ചിട്ട് പോവാം. ഇപ്പൊ തിരക്കം മതി, നീ വാ. മുകുന്ദ, നീ വന്നത് നന്നായി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഇപ്പൊ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീയേ അടിച്ച് ബോധം പോയി നിൽക്കുക. ഞാനേ നിനക്കൊരു ടാക്സി വിളിച്ചു തരാം, നീ അതീ കയറി പോയാൽ മതി. വാ. എടാ, ഞാൻ ബൈക്ക് ഓടിച്ച് നോക്കിയോളാം. ഞാനങ്ങനെ ഫിറ്റ് ഒന്നും അല്ല. അത് കണ്ടാലും മനസ്സിലാവുന്നുണ്ടല്ലോ. എടാ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? നമ്മൾ എത്ര നല്ല കൂട്ടുകാരായിരുന്നു, എത്രമാത്രം അടിച്ചു പൊളിച്ച് ജീവിച്ചവരായിരുന്നു. രാവിലെ ജോലി, വൈകിട്ട് ഫുട്ബോള്, രാത്രി വെള്ളമടി. എന്തൊരു രസമായിരുന്നല്ലേ? നമ്മുടെ ആ സന്തോഷപൂർണമായ ജീവിതം തകിടം മറിയാനുള്ള കാരണം എന്താ നിനക്കറിയോ? എന്താ? കല്യാണം. കല്യാണം കല്യാണം എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പെണ്ണ് കയറി വന്നോ, അന്ന് നമ്മുടെ സമാധാനം നശിച്ചു. എടാ, വെറുതെ വെല്ലൊടിച്ച് വൃത്തിയോട് പറയല്ലേ. മഞ്ജു കാരണം നിനക്ക് എന്ത് സമാധാനക്കേടാ ഉണ്ടായിട്ടുള്ളത്? എടാ, അവള് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാര്യയല്ലേ? അത് തന്നെയാ പ്രശ്നം. അവള് പെർഫെക്റ്റാ. പക്ഷേ ഞാൻ അങ്ങനെ അല്ലല്ലോ. അടിപിടിക്ക് പോവും, ചെറുതായിട്ട് മദ്യപിക്കും. അതിലുമൊക്കെ അപ്പുറം അവളുടെ അച്ഛന്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ട്. എടാ, പതുക്കെ, ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ, എന്നിട്ട് പോലീസിനോട് ചെന്ന് പറയട്ടെ, മഞ്ജു എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ എന്നെ ജയിലിൽ കൊണ്ടുപോയി ഇടുമല്ലോ. അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ ഏതു നേരം അവളുടെ ഒരു നോട്ടമുണ്ട്. നീയല്ലേ എന്റെ അച്ഛനെ കൊന്നത്, നിന്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കുന്നുള്ള തരത്തില്. ഞാൻ എന്തൊക്കെ ചെയ്താലും ആ നോട്ടത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അത് കണ്ട് കണ്ട് ഞാൻ മടുത്തു. അതാ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിച്ചോടെ നമ്മുടെയൊക്കെ ജീവിതം കട്ടപ്പുകയായെന്ന്. ഈ പെണ്ണുങ്ങളെ നമ്മൾ എത്ര സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. അവര് നമ്മളിലെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടേയിരിക്കും. നീ അങ്ങനെ പൊതുവായിട്ട് സംസാരിക്കുന്നത് വേണ്ട. എന്റെ ഭാര്യയ്ക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. അത് നീ അവളുടെ അച്ഛനെ കൊല്ലാൻ കൂട്ടുവയ്ക്കാത്തോണ്ട. അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, പിന്നെ കാണാം. എടാ, നീ എന്തൊക്കെ മണ്ടത്തറി പറയുന്നേ? എടാ, നമ്മുടെ ഭാര്യമാരെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമാണ് വലുതെന്ന് ചിന്തിക്കുമ്പോഴാണ് വഴക്കുണ്ടാവുന്നത്. മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ നിന്നോട് അവൾ എങ്ങനെ ക്ഷമിക്കുന്നതെന്ന് നിനക്ക് തന്നെ അത്ഭുതം തോന്നില്ലേ? എടാ, ആ ക്ഷമയെ നീ ബഹുമാനിക്കാൻ പഠിക്കണം. അവള് നല്ലൊരു ഭാര്യയെന്ന് പറയുമ്പോൾ ദേഷ്യം തോന്നുന്നതിന് പകരം ആളുകളെ കൊണ്ട് നീ ഒരു നല്ല ഭർത്താവെന്ന് പറയിപ്പിക്ക്. അതാ ആണത്തുള്ളവർ ചെയ്യേണ്ടത്. അല്ലാതെ ഭാര്യ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് വെള്ളമൊടിച്ച് റോഡിൽ കിടക്കല്ലേ വേണ്ടത്. ഇനി മേല നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ റോഡിൽ വെച്ച് അങ്ങനെ കണ്ട നീ എന്നെ തല്ലോ? ഇല്ല, നിന്നെ തല്ലേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ബാനുമ്മയ്ക്ക് അയച്ചു കൊടുക്കും. ബാക്കി ചെയ്യാനുള്ള കവരങ്ങ് ചെയ്തോളൂ. അത് കള, അതിനകത്തൊന്നുമില്ല. നീ വന്നേ, വാ, ടാക്സി ഇട്ടൊന്നും നോക്കാം. വാ വാ. ഇതെന്നുള്ള